മാർച്ച് മാസത്തിലെ മലയാള സിനിമയുടെ നഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. റിലീസായ 15 ചിത്രങ്ങളിൽ ഹിറ്റായത് എമ്പുരാൻ മാത്രമാണ്. എമ്പുരാൻ ആദ്യ 5 ദിനങ്ങളിൽ നേടിയത് 24 കോടി രൂപ. 78 ലക്ഷം രൂപ മുടക്കിയ മറുവശം എന്ന ചിത്രം നേടിയത് 60,000 രൂപ മാത്രം. ഹരീഷൻ ചേരുന്നു. ഹരീഷൻ, മലയാള സിനിമയുടെ നഷ്ടക്കണക്കുകൾ നേരത്തെ മുതൽ നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. അതായത് നിർമ്മാതാക്കൾ ഈ പുറമേക്ക് വരുന്ന അവകാശവാദങ്ങളൊന്നുമല്ല എന്നതാണോ ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്? സൈസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് 3-ാം തവണയാണ് നിർമ്മാതാക്കൾ ഇത് പുറത്തുവിടുന്നത്, കണക്കുകൾ പുറത്തുവിടുന്നത്. ഈ വർഷം മുതൽ ആരംഭിച്ചതാണ്. ജനുവരിയിലും ഫെബ്രുവരിയിലും സമാനമായ സാഹചര്യത്തിൽ തന്നെ നമുക്ക് മാർച്ച് മാസവും പറയേണ്ടി വരും. മാർച്ച് മാസത്തിലെയും നഷ്ടങ്ങളുടെ കണക്കുകളാണ് നിർമ്മാതാക്കൾ പറയുന്നത്. 15 സിനിമകളാണ് ആകെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 14 സിനിമകളും പരാജയമായിരുന്നു എന്നുള്ളതാണ് നിർമ്മാതാക്കൾ പുറത്തുവിടുന്നത്. ആകെ ഒരു ഹിറ്റ് ചിത്രം നേടാനായത് മാർച്ച് 27-ന് റിലീസിനെത്തിയ എമ്പുരാൻ എന്ന ചിത്രമാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലെ കണക്കുകൾ മാത്രമായതുകൊണ്ട് തന്നെ മാർച്ച് 27 മുതൽ 31 വരെ എമ്പുരാൻ ഓടിയ ദിവസങ്ങൾ, അതായത് ആ 5 ദിവസങ്ങളിൽ നിന്നും എമ്പുരാൻ കളക്ട് ചെയ്തത് 24 കോടി രൂപയാണ്. ഇതെല്ലാം തിയേറ്റർ ഷെയറിന്റെ മാത്രം കണക്കുകളാണ് പറയുന്നത്, ബാക്കിയുള്ള കളക്ഷൻ അല്ല. തിയേറ്റർ ഷെയർ കേരളത്തിൽ നിന്നും നേടിയ തിയേറ്റർ ഷെയറുകളുടെ കണക്കുകൾ വെച്ച് മാത്രമാണ് നിർമ്മാതാക്കൾ ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എത്തി നോക്കുമ്പോൾ പോലും വിജയരാഘവൻ നായകനായി എത്തിയ ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന ചിത്രം, ജഗദീഷ് നായകനായി എത്തിയ പരിവാർ എന്ന ചിത്രവും ഒക്കെ തന്നെ തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. ആ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന സിനിമയ്ക്ക് ഏകദേശം 4 കോടിയിലധികം രൂപയായിരുന്നു അതിന്റെ മുതൽ മുടക്ക്. ആകെ നേടാൻ സാധിച്ചത് 45 ലക്ഷം രൂപ മാത്രമാണ്. അതോടൊപ്പം തന്നെ 2.5 കോടി മുടക്കി റിലീസിനെത്തിയ പരിവാർ എന്ന ചിത്രം നേടിയതാകട്ടെ 26 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ ഭീകരമായ നഷ്ടത്തിന്റെ കണക്കുകളാണ്. ചെറിയ നഷ്ടമൊന്നുമല്ല, ഒരു ഭീകരമായ നഷ്ടം. ഏകദേശം 10% പോലും തിയേറ്റർ ഷെയർ ആയിട്ട് മൊത്തം ബഡ്ജറ്റിൽ നിന്നും നേടാൻ കഴിയാതെ പോയ ചിത്രങ്ങളുടെ കണക്കുകളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് മറുവശം എന്ന സിനിമയ്ക്ക് 65,000 രൂപ മാത്രമാണ് നേടാൻ സാധിച്ചത്. അതിന് 1 ലക്ഷത്തിലേക്ക് പോലും എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയേണ്ടി വരിക. അങ്ങനെ ഭീകരമായ നഷ്ടം നിർമ്മാതാക്കൾ പലകുറിയായി ആവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ നിന്നുണ്ടാകുന്ന നഷ്ടക്കണക്കുകൾ തന്നെ അവർ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ചും ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. 175 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ഈ സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാർ നടത്തിയൊരു പ്രസ്താവന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആരാണ് സുരേഷ് കുമാർ ഈ സിനിമയുടെ ബഡ്ജറ്റ് വെളിപ്പെടുത്താൻ എന്നൊക്കെ സംബന്ധിച്ച് ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിർമ്മാതാക്കൾ തന്നെ അത് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് 175 കോടി രൂപയാണ് എന്നത് പറയാം. പക്ഷേ എന്നാൽ പോലും ആദ്യ 5 ദിവസത്തെ കണക്കുകൾ മാത്രമാണ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും വന്നിരിക്കുന്നത്. തുടർന്ന് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്നും സിനിമ മാറിയാൽ മാത്രമേ എത്രയാണ് അതിന് മൊത്തം കളക്ഷൻ എന്നത് സംബന്ധിച്ച ഒരു ധാരണ എത്തുകയുള്ളൂ. ആദ്യത്തെ 5 ദിവസത്തിൽ നിന്ന് എന്തായാലും 24 കോടി രൂപ നേടിയിട്ടുണ്ട്. പക്ഷേ ചിത്രം പിന്നീട് അങ്ങോട്ട് ഒരു വലിയ ഓഡിയൻസിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കളക്ഷൻ ഒരു ഭീകരമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സിനിമകളും പരാജയമാണ് എന്നുള്ളതാണ്. ഒരു സിനിമ പോലും എമ്പുരാനൊപ്പം അല്ലെങ്കിൽ ആ മുടക്കിയ പണം തിരികെ നേടാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിർമ്മാതാക്കളുടെ നഷ്ടക്കണക്കുകൾ വീണ്ടും സംസാരിക്കപ്പെടേണ്ടി വരുന്നു. തിയേറ്ററുകളിലേക്ക് ആളുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായി ഉയരുകയാണ്. ഒരു വലിയ താരമുണ്ടെങ്കിൽ മാത്രമേ സിനിമയ്ക്ക് ആളുകൾ കയറുകയുള്ളൂ എന്നുള്ളൊരു സാമാന്യമായ ചോദ്യവും കൂടി വരുന്നുണ്ട്. കാരണം പുതിയ നവാഗതരായ താരങ്ങൾക്കൊക്കെ തന്നെ എന്തുകൊണ്ട് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സിനിമകൾ തിയേറ്ററുകളിലേക്ക് വരുമ്പോഴേക്കും ആളുകൾ എന്തുകൊണ്ട് കയറുന്നില്ല എന്നുള്ള കുറേ നാളുകളായി ഉയരുന്ന ചോദ്യം, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഉയരുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വീണ്ടും അത് ചർച്ചകളിലേക്ക് വരും. പക്ഷേ വിജയരാഘവൻ നായകനായ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയിൽ വിജയരാഘവനും ഒരു നായകനായിരുന്നു. അതിൽ വലിയൊരു അഭിപ്രായം നേടുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഔസേപ്പിന്റെ ഒസ്യത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തിയേറ്ററുകളിൽ അത് നഷ്ടമായിരുന്നു. പരിവാറിന്റെ ട്രെയിലറും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ തിയേറ്ററുകളിലും അത് നഷ്ടമായിരുന്നു. അങ്ങനെ ആകെ മൊത്തം റിലീസ് ചെയ്ത 15 സിനിമകളിൽ 14 എണ്ണവും പരാജയമാണ് എന്നുള്ളതാണ്. സർക്കാരിന്റെ തന്നെ റിലീസ് ചെയ്ത ഒരു ചിത്രമുണ്ടായിരുന്നു, അതും വലിയ രീതിയിൽ പരാജയമായി മാറുകയായിരുന്നു. ആ സിനിമയും ജനങ്ങൾ ഏറ്റെടുത്തില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ മാർച്ച് മാസത്തിൽ പറയാൻ നിർമ്മാതാക്കൾക്ക് ആകെ ഉള്ള ഒരു ചിത്രം എമ്പുരാനാണ്. തുടർന്ന് ഈ മാർച്ച് മാസം അവസാനം വരെ 31-ാം തീയതി വരെ റിലീസ് ചെയ്ത് പോയ കളക്ഷന് മാത്രമാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ജനുവരിയും ഫെബ്രുവരിയും മാസത്തിൽ ഉള്ളതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ നിർമ്മാതാക്കളുടെ ഭീകരമായ നഷ്ടം വീണ്ടും വിളിച്ചു പോകുന്നത് തന്നെയാണ് മാർച്ച് മാസത്തിലെ കണക്ക് എന്ന് പറയേണ്ടി വരും. സജിത്ത്, ഹരി, ഒരു കാര്യം കൂടി, ഈ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടത് ഓരോ ദിവസത്തെയും കളക്ഷൻ ഡേറ്റയും അവകാശവാദങ്ങളും അവർ പുറത്തുവിട്ടല്ലോ. ഏറ്റവും പ്രധാനം, ഒരു മാസത്തെ കളക്ഷൻ പോലും അവർ ഓവർസീസ് കണക്കുകൾ കൂടി ഉൾപ്പെടുത്തി വലിയ റെക്കോർഡാണ് അവകാശപ്പെട്ടത്. ആ റെക്കോർഡ് ഈ കണക്കുകളിൽ ഉൾപ്പെടുന്നുണ്ടോ? അതേ തരത്തിൽ അവർ അവകാശപ്പെട്ടതുപോലെയുള്ള ചിത്രം ഈ കണക്കിലുമുണ്ടോ?
സജിത്ത്, ഈ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്കുകൾ തിയേറ്റർ ഷെയർ കണക്കുകളാണ്. അത് കേരളത്തിൽ നിന്നും മാത്രം നേടിയെടുത്ത കണക്കുകൾ മാത്രമാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഓവർസീസിന്റെ കണക്കുകൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രങ്ങൾ നേടിയ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. തിയേറ്റർ ഷെയർ ആയിട്ട് ആദ്യത്തെ 5 ദിവസം നേടിയത് 24 കോടിയിലധികം രൂപയാണ് എന്നുള്ളതാണ് കണക്കുകൾ. അതും തിയേറ്റർ ഷെയർ മാത്രമാണ്, മൊത്തത്തിൽ അല്ല എന്നത് കൂടി പറയണം. കാരണം ഈ സിനിമ തിയേറ്ററുകളിലേക്ക് ആളുകൾ പോകുമ്പോൾ തന്നെ 3 രീതിയിലേക്ക് മാറും. നിർമ്മാതാക്കൾക്കൊരു ഷെയർ, തിയേറ്ററുകാർക്കൊരു ഷെയർ, ഡിസ്ട്രിബ്യൂട്ടർക്കൊരു ഷെയർ, അങ്ങനെ ഷെയറുകൾ മാറി മാറി പോകുന്നതാണ്. അതിൽ തിയേറ്റർ ഷെയറിന്റെ കണക്കുകളാണ് 24 കോടി രൂപയായിട്ട് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നത് ഒരു പ്രസക്തമായ ഒരു കാര്യമാണ്. പലർക്കും അതിലൊരു സംശയമുണ്ടാകാം. പക്ഷേ ഇതിൽ കേരളത്തിൽ നിന്നും മാത്രം തിയേറ്ററുകളിൽ നിന്നും ഷെയർ കിട്ടിയ രൂപയാണ് 24 കോടി രൂപ. ബഡ്ജറ്റ് മൊത്തത്തിൽ 175 കോടി രൂപയുണ്ട് എന്നുള്ളതും പ്രസക്തമാണ്. അതുകൊണ്ട് ആ ചിത്രത്തിന്റെ ലാഭം നിർമ്മാതാവിന് ആ ലാഭം നേടണമെങ്കിൽ പോലും ഒരു വലിയ തുകയിലേക്ക് തന്നെ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റ് സിനിമകളുടെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എമ്പുരാൻ എന്ന സിനിമയുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം മറ്റ് സിനിമകളുടെ മുതൽ മുടക്ക് എമ്പുരാനോളം വലിയ ഒരു കുഞ്ഞൻ സിനിമയായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷേ എങ്ങനെയാണ് ഈ സിനിമയും വലിയ രീതിയിൽ, കാരണം ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എമ്പുരാൻ വന്നത്. അപ്പോൾ ആ എമ്പുരാന് എത്രമാത്രം കളക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ കണക്കുകൾ ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ കണക്കുകൾ പുറത്തു വരും. അപ്പോൾ ആ ഏപ്രിൽ മാസത്തിൽ എത്രയാണ് ആ സിനിമ നേടിയത് എന്നതും കൂടി ഇരിക്കും ഈ സിനിമയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കണക്കുകളിലേക്ക് നമുക്ക് ഒരു കൃത്യമായ വിധി എഴുതാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആദ്യത്തെ 5 ദിവസങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അന്ന് തന്നെ വലിയ സംസാര വിഷയമായിരുന്നതാണ്. സിനിമ റിലീസിന് മുമ്പ് തന്നെ ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളിലൂടെ തന്നെ വലിയ വിജയം നേടിയിരിക്കുന്നു. മറ്റ് ഇന്ത്യൻ സിനിമകളിൽ നിന്നുമൊക്കെ ബഹുദൂരം മുന്നിലാക്കിക്കൊണ്ടായിരുന്നു അതിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ. ആദ്യ ദിനത്തിലും അത് തന്നെ ആവർത്തിച്ചു. പക്ഷേ പിന്നീട് സമ്മിശ്രമായ അഭിപ്രായങ്ങൾ, അതിൻ്റെ വിവാദങ്ങൾ, രാഷ്ട്രീയ സംസാരങ്ങൾ തുടങ്ങിയതെല്ലാം വന്ന് സിനിമ ട്രിം ചെയ്യപ്പെടേണ്ടി വരുന്നു. അങ്ങനെ രംഗങ്ങൾ മൂർച്ച മാറ്റേണ്ടി വരുന്നു. അങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ എമ്പുരാൻ പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നൊരു സാഹചര്യം താരതമ്യേന കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. എമ്പുരാന്റെ OTTയും റിലീസിന് എത്തിയിരുന്നു. പക്ഷേ OTTയിൽ എത്തിയിട്ട് പോലും തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. അത് കാണാൻ ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാർച്ച് മാസത്തിന്റെ അവസാനം വരെയുള്ള കണക്കുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയണം സജിത്ത്. യെസ്, മലയാള സിനിമ നഷ്ടക്കണക്കുകൾ മാർച്ച് മാസത്തിലും പുറത്തുവിടുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രേക്ഷക ശ്രദ്ധ നേടിയെന്ന് കരുതപ്പെട്ട ചിത്രങ്ങൾ പോലും സാമ്പത്തിക കണക്കുകളിൽ ഏറെ പിന്നോട്ട് പോയി എന്നതാണ് ഫിലിം ഇൻഡസ്ട്രി കനത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്ന ഈ കണക്ക് വ്യക്തമാക്കുന്നത്.